കയ്യിൽ 2 ക്യാരറ്റും അതേപോലെ തന്നെ പാലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ഹെൽത്തി ഉള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ദാ ഇതേപോലെ ഒരു ബൗൾ നിറയെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് തേങ്ങാപ്പാലിലാട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കവർ പാലിലോ പശുമ്പാലിലോ ചെയ്തെടുത്താലും നല്ലതാണ്. അപ്പം മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 2 ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ക്യാരറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3, 4 ക്യാരറ്റ് ഒക്കെ വരെ നമുക്ക് എടുക്കാം. തൊലി കളഞ്ഞ് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ നന്നായിട്ട് കട്ട് ചെയ്ത് ശരിക്കും ഒന്നും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അത് കുക്കറിൽ ഒരു 2 വിസിലാട്ടോ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആവിയിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്താലും മതി. ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഇതൊന്നും കൂടെ അരച്ചെടുക്കണം. നമ്മൾ ആദ്യമേ അടിച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം മാത്രം ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്നും കൂടി ശരിക്കും ഒന്നും കൂടെ അടിച്ചെടുത്തുകൊണ്ട് വന്നാൽ മാത്രം മതി കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇനി എല്ലാം കൂടി ശരിക്കും പേസ്റ്റ് പോലെ ഇങ്ങോട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാവേ. ഇതുപോലെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ ഒരുപാട് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ റെഡിയാക്കി എടുക്കാനായിട്ട് നോൺ സ്റ്റിക്കിന്റെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാൻ തന്നെ എടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മുടെ ക്യാരറ്റിന്റെ മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ബാക്കി അരപ്പും കൂടി ഇതേപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഗ്യാസ് ഓണാക്കി നന്നായിട്ട് തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ക്യാരറ്റിന്റെ മിക്സ് നന്നായിട്ടും തിളച്ച് വന്നതിന് ശേഷം വേണം ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മളിത് പാൻ എടുക്കാൻ നേരത്തെ നോൺ സ്റ്റിക്കിന്റെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുവേ. ശരിക്കും തിളച്ച് വന്നപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആ ക്യാരറ്റിന്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുമ്പോൾ ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അത് തന്നെയായിട്ട് എടുത്തിരിക്കുന്നത്. ആദ്യമേ ഒരുമിച്ച് ചേർക്കരുത്, ഇതേപോലെ കുറച്ച് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഗ്യാസിന്റെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇതേപോലെ ചേർത്ത് ക്യാരറ്റുമായിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എടുത്തിരിക്കുന്ന ഈ 1/2 കപ്പ് അരിപ്പൊടി കറക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ച് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി സാധാരണ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴക്കില്ലേ, ആ ഒരു പരുവത്തിനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം. കയ്യിലൊന്നും ഒട്ടുപിടിക്കാതെ നമ്മുടെ പാനിൽ നിന്നൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ വിട്ട് വരുന്ന പരുവത്തിനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി നമ്മുടെ ഈ മിക്സ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അതിനുശേഷം വലിയ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞിട്ട് കയ്യിൽ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇതേപോലെ കുഴച്ചെടുത്തതിന് ശേഷം കുട്ടി കുട്ടി ബോൾസ് പോലെ നമ്മുടെ പിടിക്കൊക്കെ കുട്ടി കുട്ടി ബോൾസ് പോലെ നമ്മൾ റെഡിയാക്കി എടുക്കില്ലേ, അതേപോലെ തന്നെ ഒന്നും കൂടി ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയ ചൂടൊന്ന് ആറിയതിന് ശേഷം വേണം ഇതേപോലെ ഒന്ന് ചെയ്യാനായിട്ട്. എന്നിട്ട് ഒരുപാട് തണുക്കുകയും ചെയ്യരുത് കേട്ടോ, ഒരു ചെറു ചൂടുണ്ട്. കണ്ടതാ ഈ ഒരു പരുവത്തിലുള്ള ബോൾസ് ആയിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ ബോൾസ് ആക്കി എടുക്കാൻ മാത്രമാണ് നമ്മുടെ ഈ സ്നാക്സ് റെഡിയാക്കുമ്പോൾ ഇച്ചിരി പാടുള്ളത്, ഇച്ചിരി സമയം വേണ്ടി വരുന്നത്. അതൊന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം പണി എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു പ്ലേറ്റ് നിറയെ ഒരേ വലിപ്പത്തിലുള്ള ബോൾസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാനിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് തേങ്ങാപ്പാലാട്ടോ എടുത്തിരിക്കുന്നത്. തേങ്ങയുടെ 2ാം പാലാണ് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത്. 2ാം പാലെന്ന് പറയുമ്പോൾ തീരെ കനം കുറഞ്ഞ് ഒട്ടും തന്നെ കട്ടിയില്ലാത്ത തേങ്ങാപ്പാലാണ്. നന്നായിട്ട് തന്നെ തിളച്ച് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ സ്പൂൺ വെച്ച് പതുക്കെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. സാധാരണ ഇളക്കുന്ന പോലെ നല്ല മുറുക്കത്തിലൊന്നും ഇളക്കരുത് കേട്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോൾസ് ഒക്കെ പൊടിഞ്ഞു പോകും. ശരിക്കും ഒന്നും കൂടെ തിളച്ച് വരട്ടെ. നമ്മുടെ തേങ്ങാപ്പാലിൽ കിടന്നുകൊണ്ട് നന്നായിട്ട് തന്നെ തിളച്ച് തേങ്ങാപ്പാലും അതേപോലെ തന്നെ ബോൾസും എല്ലാം കൂടി ഒന്ന് കുറുകി സെറ്റായിട്ട് വരണം. അപ്പോൾ ഈ സമയത്ത് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും അതേപോലെ തന്നെ ടേസ്റ്റിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ 1/4 കപ്പ് പഞ്ചസാര എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലൊന്നുമല്ല, പാകത്തിനുള്ള മധുരമായിരിക്കും. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വരെ പഞ്ചസാര ചേർക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നന്നായിട്ട് തന്നെ തിളച്ച് ശരിക്കും കളറൊക്കെ ഒന്ന് മാറി ബോൾസ് ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്നും കൂടെ വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലിൽ കിടന്നുകൊണ്ട് ശരിക്കും ഒന്നും കൂടെ റെഡിയായി വന്നിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് 1 കപ്പ് തേങ്ങയുടെ 1ാം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള 1ാം പാലാട്ടോ, 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 1ാം പാൽ എടുക്കുന്നതിൻ്റെ ഇരട്ടി വേണം 2ാം പാൽ റെഡിയാക്കി എടുക്കാനായിട്ട്. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി ചൂടായി വന്നതിന് ശേഷം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. തേങ്ങാപ്പാൽ ചേർത്ത് 1ാം പാൽ ചേർത്ത് ഒരുപാട് തിളക്കി ഒന്നും വേണ്ട, നന്നായിട്ട് തന്നെ ഒന്നും കൂടി ചൂട് കയറി വന്നാൽ മാത്രം മതിയാവും. അതിന് പകരമായിട്ടാണ് നമ്മൾ 2ാം പാൽ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി കുറുക്കിയെടുക്കുന്നത്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ലൂസ് പോലെ ആയിപ്പോവും. കണ്ടോ, വലിയ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി കുറുകി വന്നും കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ്. ക്യാരറ്റും തേങ്ങാപ്പാലും പഞ്ചസാരയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈസിയായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ വലിയ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴേക്കും ശരിക്കും ഒന്നും കൂടി കുറുകിയും കൂടി വന്നു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നല്ലോണം കുറുകി വന്നോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. കുട്ടിസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഇഷ്ടാവുന്ന അടിപൊളി റെസിപ്പി തന്നെയാണ്. വീഡിയോ റെസിപ്പി ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ.